നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. താമരയിൽ തർക്കം തുടങ്ങി. ശബരിമല യുവതീ പ്രവേശനം ബിജെപിയുടെ സമര വിഷയമല്ലെന്ന് ഒ രാജഗോപാൽ എംഎൽഎ. ശബരിമലയിലെ പോലീസ് നടപടികളും അടിസ്ഥാന സൗകര്യവുമാണ് സമരത്തിന്റെ വിഷയങ്ങൾ. സർക്കാർ തയ്യാറെങ്കിൽ ഒത്തുതീർപ്പിന് ബിജെപി തയ്യാറെന്നും ശബരിമലയിൽ പാർട്ടി നടത്തുന്നത് രാഷ്ട്രീയ സമരമെന്നും രാജഗോപാൽ. സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത് സർക്കാരിനെതിരായ സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി. അതിനെ ഒത്തുതീർപ്പെന്ന് പറയാനാകില്ല എന്നും ബിജെപി എംഎൽഎ. അതേസമയം ശബരിമല സംഘർഷത്തിൽ അറസ്റ്റിലായ ബിജെപി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് ജാമ്യം നിഷേധിച്ച് പത്തനംതിട്ട സെഷൻസ് കോടതി. കെ സുരേന്ദ്രന്റെയും ഇലന്തൂർ സ്വദേശി സൂരജിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. നേരത്തെ റാന്നി കോടതിയും ചിത്രയാട്ട വിശേഷത്തിന് 52-കാരിയെ തടഞ്ഞ കേസിൽ സുരേന്ദ്രന് ജാമ്യം നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ വൈരാഗ്യമാണ് കേസുകൾക്ക് പിന്നിലെന്ന് കെ സുരേന്ദ്രൻ. അതിനിടെ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ നിന്ന് പിന്മാറിയതിൽ ബിജെപിയിൽ ഭിന്നത രൂക്ഷം. തീരുമാനത്തിൽ കടുത്ത വിമർശനവുമായി വി മുരളീധരൻ എം പി. സമരത്തിൽ RSS നിർദ്ദേശങ്ങൾ ബിജെപി അട്ടിമറിച്ചെന്ന് ആക്ഷേപം. ശബരിമല കർമ്മ പദ്ധതി സർക്കുലറായി ഇറക്കിയത് ഇതിന്റെ ഭാഗമായി. ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് എന്നും വിമർശനം. RSSന്റെ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. വിഷയത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും ഒത്തുതീർപ്പ് യഥാർത്ഥ ബിജെപി പ്രവർത്തകന് ചേർന്നതല്ലെന്നും വി മുരളീധരൻ. മാധ്യമങ്ങൾക്ക് പൂട്ടിട്ട് സർക്കാർ. മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ വിചിത്ര ഉത്തരവ് വിവാദമാവുന്നു. ആഭ്യന്തര സെക്രട്ടറി സുബ്രതോ വിശ്വാസ് പുറത്തിറക്കിയ ഉത്തരവ് അനുസരിച്ച് ഇനി മുൻകൂർ അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ തേടാൻ മാധ്യമപ്രവർത്തകർക്ക് ആവില്ല. മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് പ്രതിപക്ഷം. എന്നാൽ മാധ്യമങ്ങൾക്ക് വിലക്കില്ല എന്നും ചില ക്രമീകരണം മാത്രമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി ഇ പി ജയരാജന്റെ പ്രതികരണം. ആഭ്യന്തര സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലറിൽ മാധ്യമപ്രവർത്തകർക്ക് വാർത്താശേഖരണത്തിന് ബുദ്ധിമുട്ടും തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന നിയന്ത്രണങ്ങൾ, ജില്ലാ തലങ്ങളിൽ വകുപ്പുകൾ നടത്തുന്ന വാർത്താ സമ്മേളനം, പരിപാടികൾ എന്നിവയ്ക്കുള്ള ക്ഷണവും പത്രക്കുറിപ്പുകളും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നൽകണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്കായിരിക്കും പ്രവേശനമെന്നും സർക്കുലറിൽ പറയുന്നു. പാചകത്തിന് ആശ്വാസം. സാധാരണക്കാർക്ക് ആശ്വാസമായി പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ പുതുക്കിയ വില നിലവിൽ വരും. സബ്സിഡിയുള്ള സിലിണ്ടറിന് കുറച്ചത് 6.52 രൂപ. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 133 രൂപയും കുറച്ചു. പാചകവാതകത്തിന് വില കുറച്ചത് 6 മാസങ്ങൾക്ക് ശേഷം. സബ്സിഡിയുള്ള സിലിണ്ടറിന് ഈ മാസം മാത്രം കൂട്ടിയത് 2.94 രൂപ. ശബരിമലയിൽ നിരോധനം നീളും. പ്രതിഷേധങ്ങൾക്കിടെ ശബരിമലയിൽ നിരോധനാജ്ഞ വീണ്ടും നീട്ടി. ഡിസംബർ 4 വരെ നിരോധനാജ്ഞ തുടരും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. ഭക്തർക്ക് നിരോധനാജ്ഞ ബാധകമല്ല. ശരണം വിളിക്കുന്നതിനോ സംഘമായി ദർശനത്തിനെത്തുന്നതിനോ നിരോധനാജ്ഞ തടസ്സമാകില്ലെന്നും കളക്ടറുടെ റിപ്പോർട്ട്. തീരുമാനം നിരോധനാജ്ഞ നീട്ടണമെന്ന പോലീസിന്റെ ആവശ്യം കണക്കിലെടുത്ത്. നിരോധനാജ്ഞ നീട്ടിയത് ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ 3-ാം ദിവസവും പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടെ. ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദ് ചെയ്തു. ശബരിമല വിഷയത്തിൽ 8 മണിക്കൂർ ചർച്ച നടന്നുവെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. എന്നാൽ സ്പീക്കർ മുൻവിധിയോടെ പെരുമാറുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ കാഴ്ച മറിച്ച് പോഡിയത്തിന് മുന്നിൽ കയറി അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. ഇതോടെ സഭ നിർത്തിവെച്ചു. ഗസൽ സന്ധ്യയുമായി K3A വാർഷിക ആഘോഷം. കേരള അഡ്വർടൈസിംഗ് ഏജൻസികളുടെ അസോസിയേഷനായ K3A 15ാമത് വാർഷിക ആഘോഷങ്ങൾ കൊച്ചിയിൽ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ആസാദിന്റെ മുഹമ്മദ് റാഫി ഗസൽ സന്ധ്യ നടന്നു. ചടങ്ങിൽ സിനിമാ താരം MS ശ്രുതി വിശിഷ്ടാതിഥിയായി. പാലാരിവട്ടം ഹോട്ടൽ റെനായിൽ നടന്ന പരിപാടിയിൽ K3A കൊച്ചി സോൺ പ്രസിഡന്റ് KV ഷാജി, സെക്രട്ടറി സന്ദീപ് നായർ, ട്രഷറർ KV കൃഷ്ണകുമാർ എന്നിവർ സംബന്ധിച്ചു. കൗമുദി TV ആയിരുന്നു പരിപാടിയുടെ മുഖ്യ സ്പോൺസർ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളിൽ 1 മണിക്കൂർ ശേഷം. നമസ്കാരം.